tintal effect, which is a optical property of colloids. Okay, tintal effect, it's very unique property of colloids. Tintal effect, observed when a beam of light is passed through a colloidal solution. നമുക്ക് ടിൻഡൽ എഫക്റ്റ് എല്ലാവർക്കും നേരത്തെ അറിയാവുന്നതാണ്. സോ ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ കൂടി ഒരു ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ്ഡ് ഇൻ എ ഡാർക്ക് റൂം, പാത്ത് ഓഫ് ബീം ഗെറ്റ്സ് ഇലുമിനേറ്റഡ് ബൈ ബ്ലൂയിഷ് ലൈറ്റ്. This is due to scattering of light by colloidal particles. Okay, molecules, okay, colloidal molecules അല്ലെങ്കിൽ ions എന്ത് ചെയ്യത്തില്ല, ലൈറ്റിനെ സ്കാറ്റർ ചെയ്യത്തില്ല. പക്ഷെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് നടക്കുന്നുണ്ട്. Okay, phenomenon of scattering of light by colloidal particles is known as tintal effect, and illuminated path അതിനെയാണ് നമ്മൾ tintal cone എന്ന് പറയുന്നത്. ആ പാത്തിനെയാണ് നമ്മൾ tintal cone എന്ന് പറയുന്നത്. Okay. Visibility of dust particles in a semi-darkened room when a beam of sunlight enters is an example of tintal effect. അത് തന്നെ നമുക്കൊരു tintal effectന്റെ എക്സാമ്പിൾ എന്ന് പറയാം. Dust particles are large enough to scatter the light and render the path of light visible. പക്ഷെ ടിൻഡൽ എഫക്റ്റ് എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ലാർജ് ഇനഫ് ആണ് ലൈറ്റ് സ്കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ നമ്മൾ ടിൻഡൽ എഫക്റ്റ് സൊല്യൂഷൻസിൽ ഒബ്സർവ് ചെയ്യുന്നില്ല. as the particles are too small in size to cause any scattering. Okay. See, ഇത് ഒരു ടിൻഡൽ എഫക്റ്റിൻ്റെ ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ബീം ഓഫ് ലൈറ്റ് ഇവിടെ വിസിബിൾ അല്ല, പക്ഷെ ഗോൾഡ് സോൾ അത് കൊളോയിഡ് ആണ്. അതിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് ബീം വിസിബിൾ ആണ്. NaCl സൊല്യൂഷൻ ഒരു ട്രൂ സൊല്യൂഷൻ ആണ്. അതിൽ നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് ലൈറ്റ് ബീം വിസിബിൾ അല്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഓക്കെ, refractive indices of dispersed phase and dispersion medium, and this difference എന്ന് പറയുന്നത് appreciable ആണ് in lyophobic salts, and so the tintal effect is well defined. Lyophobic saltsലാണ് നമ്മൾ കൂടുതൽ എന്ത് കാണാൻ സാധിക്കുന്നത്, നമുക്ക് ടിൻഡൽ എഫക്റ്റ് കൂടുതൽ അപ്രീഷിയബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ലയോഫിലിക് സോൾട്സിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ഓഫ് ദ ടു ഫേസസ് എന്ന് പറയുന്നത് മച്ച് ലോവർ ആണ്. ഓക്കെ, അതുകൊണ്ട് ടിൻഡൽ എഫക്റ്റ് വീക്കർ ആണ് ലയോഫിലിക് സോൾസിൽ. ഫ്രഷ്ലി പ്രിപ്പയർഡ് ബ്ലഡ് സെറം, ആൽബുമിൻസ്, ദർ ഈസ് ലിറ്റിൽ ഓർ നോ ടിൻഡൽ എഫക്റ്റ്. ഓക്കെ, ബ്ലഡ് സെറം, ആൽബുമിൻസ് ഒക്കെ എന്താണ്? ലയോഫിലിക് സോൾസ് ആണ്. സോ അതിൽ ടിൻഡൽ എഫക്റ്റ് ഭയങ്കര കുറവാണ്, അല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ലയോഫോബിക് സോൾസിൽ നമുക്ക് നന്നായിട്ട് എന്ത് കാണാനായിട്ട് സാധിക്കും? എന്താണ്? ടിൻഡൽ എഫക്റ്റ് കാണാനായിട്ട് സാധിക്കും. വൈ? ബിക്കോസ് ദർ ഈസ് എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. അപ്പോൾ ആ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇലക്ട്രിക്കൽ ചാർജ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഇൻവേരിയബിളി അവർ ക്യാരി ചെയ്യാം. ഓൾ പാർട്ടിക്കിൾസ് ഓഫ് സോളിൽ സെയിം ചാർജ് ക്യാരി ചെയ്യാം. ഡിസ്പേർഷൻ മീഡിയത്തിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഉണ്ടാകാം. സിസ്റ്റം എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ, presence of same charge on colloidal particle is mainly responsible. സെയിം ചാർജ് കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ ഉള്ളതുകൊണ്ടാണ് അവർ ആ സിസ്റ്റം നമുക്ക് സ്റ്റേബിൾ ആണ്. സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. കാരണം മ്യൂച്വൽ ഫോഴ്സസ് ഓഫ് റിപ്പൽഷൻ ബിറ്റ്വീൻ സിമിലർലി ചാർജ്ഡ് പാർട്ടിക്കിൾ പ്രിവെന്റ് ദം ഫ്രം കോൾസെൻസിങ് ആൻഡ് കൊയാഗുലേറ്റിംഗ് വെൻ ദേ കം ക്ലോസർ ടു വൺ അനദർ. അവർ കൊയാഗുലേറ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഇടയ്ക്കുള്ള മ്യൂച്വൽ ഫോഴ്സസ് ഓഫ് റിപ്പൽഷൻ ആണ്. അതുകൊണ്ടാണ് സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡ്സ് അത്ര നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, മെറ്റാലിക് സൾഫൈഡ്സ് ലൈക്ക് ആർസനിക് സൾഫൈഡ്, മെറ്റൽസ് ലൈക്ക് സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, സിലിക് ആസിഡ്, ടാനിക് ആസിഡ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് സബ്സ്റ്റൻസസ് ഫോമിംഗ് നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾസ്. whereas metal hydroxides like ferric hydroxide, aluminum hydroxide, lead, bismuth ഒക്കെ പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസ് ആണ്. ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ് അതിൻ്റെ ഉള്ള കാരണങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ്. ഓക്കെ, ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾ ഇൻ സം കേസസ് റിസൾട്ട് ഫ്രം ചിലപ്പം എന്താണ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസ് മീഡിയത്തിൻ്റെ സർഫസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അപ്പോൾ ഇവർ അഡ്സോർബ് ചെയ്ത് വെക്കും. Okay, so generally a preference for these ions which are common with one of the ions composing colloidal particles നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും.
സോ അതായിരിക്കും ചിലപ്പോൾ എന്തെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, ഫെറിക് അയോൺസിനെ എന്ത് ചെയ്യുന്നു, അഡ്സോർബ്. ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ സോൾ അതൊരു കൊളോയിഡൽ സൊല്യൂഷനാണ്. അതെന്ത് ചെയ്യുന്നു, ഫെറിക് അയോൺസിനെ എന്ത് ചെയ്യുന്നു, മീഡിയത്തിൽ നിന്ന് തൻ്റെ സർഫസിലേക്ക് അഡ്സോർബ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അത് പോസിറ്റീവ് സോളായി മാറുന്നു. അതുപോലെ തന്നെ ആർസനിക് സൾഫൈഡ്, ഓക്കെ, S2- അയോൺസിനെ എന്ത് ചെയ്യുന്നു, അഡ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് സോളായിട്ട് മാറുന്നു. ഓക്കെ, പിന്നെ ഡ്യൂ ടു ഡിസോസിയേഷൻ ഓഫ് സർഫസ് മോളിക്യൂൾ. ഇൻ കേസ് ഓഫ് സോപ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓൺ ദ പാർട്ടിക്കിൾസ് ഇസ് ഡ്യൂ ടു അയോണൈസേഷൻ ഓഫ് ദ മോളിക്യൂൾ, അല്ലേ? അവിടെ അയോണൈസേഷൻ മോളിക്യൂൾ, സോപ്പിൻ്റെ മോളിക്യൂളിൽ അയോണൈസേഷൻ നടക്കുന്നതുകൊണ്ടാണ് അവിടെ ചാർജ് സെപ്പറേഷൻ വരാൻ തന്നെ കാരണം. ഓക്കെ, സോപ്പ് എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യുന്നു, ടെൻഡൻസി ടു നെഗറ്റീവ്ലി ചാർജ്ഡ് അഗ്രിഗേറ്റ്സ്, മിസല്ലേസ് ഉണ്ടാകാനായിട്ട് ടെൻഡൻസി കാണിക്കുന്നുണ്ട്. നെഗറ്റീവ്ലി ചാർജ്ഡ് അഗ്രിഗേറ്റ്സ്, അതാണ് മിസല്ലേസ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ചാർജ് സെപ്പറേഷൻ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഡ്യൂ ടു പ്രസൻസ് ഓഫ് അസിഡിക് അല്ലെങ്കിൽ ബേസിക് ഗ്രൂപ്പ്സ്. ചാർജ് ഇൻ കേസ് ഓഫ് അമിനോ ആസിഡ്സ്, പ്രോട്ടീൻ, പോളിപെപ്റ്റൈഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, പ്രസൻസ് ഓഫ് അസിഡിക് അല്ലെങ്കിൽ ബേസിക് ഗ്രൂപ്പ്സ്. അമിനോ ആസിഡ്സിന് ബേസിക് ഗ്രൂപ്പ്സ് ആണുള്ളത്. അമിനോ ആസിഡ്സിന് 2 ഗ്രൂപ്പുണ്ട്, അസിഡിക്കും ഉണ്ട് ബേസിക്കും ഉണ്ട്. പ്രോട്ടീൻസിലൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ അസിഡിക് ബേസിക് ഗ്രൂപ്പ്സ് വെച്ചിട്ട് നമുക്ക് അതിലെന്ത് പറയാനായിട്ട് പറ്റും, ചാർജ് ഏത് ചാർജാണെന്ന് പറയാൻ പറ്റും. അസിഡിക് സൊല്യൂഷൻസ് മോളിക്യൂൾസ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഡ്യൂ ടു പ്രോട്ടണേഷൻ ഓഫ് ബേസിക്. പക്ഷേ ബേസിക് സൊല്യൂഷൻസിൽ അയണൈസേഷൻ ഓഫ് അസിഡിക് ഗ്രൂപ്പ് മോളിക്യൂൾസ് വിൽ ബി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഓക്കെ, and at an intermediate pH the particles will be electrically neutral, and the pH at which particle will exist as uncharged molecules ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന pHനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇതൊരു അമിനോ ആസിഡ് ആണ്, അല്ലെങ്കിൽ ഇതൊരു പ്രോട്ടീൻ ആണെന്ന് നമുക്ക് പറയാം. പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ് ആണ് പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ അമിനോ ആസിഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ അമിനോ ഗ്രൂപ്പ് ആയിരിക്കും, ഒരു സൈഡിൽ കാർബോക്സിൽ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ആസിഡ് ഗ്രൂപ്പും കാണും, ബേസിക് ഗ്രൂപ്പും കാണും, അസിഡിക് ഗ്രൂപ്പും കാണും, ബേസിക് ഗ്രൂപ്പും കാണും. സോ ഇവിടെ എന്ന് പറയുന്നത് ലോ pHൽ എന്താണത്, ബേസിക് ആണെന്ന് പറയാം, ഇവിടെ അസിഡിക് ആണെന്ന് പറയാം. ഓക്കെ, ഹൈ pHൽ. പക്ഷേ അവർ ഐസോ ഇലക്ട്രിക് പോയിന്റിൽ നോക്കിക്കേ, ദേ ആർ ന്യൂട്രൽ, അവർ ന്യൂട്രൽ ആണ്, അല്ലെങ്കിൽ അൺചാർജ്ഡ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്, ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി കൊയാഗുലേഷൻ ഓർ പ്രസിപ്പിറ്റേഷൻ. നമ്മൾ പറഞ്ഞു ചാർജസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് നടക്കാത്തത്, അവിടെ മോളിക്യൂൾസ് തമ്മിൽ കൊയാഗുലേഷൻ നടക്കാത്തത്, അവർ കൊളോയിഡൽ പാർട്ടിക്കിൾസ് അടുത്ത് വരുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്.